ക്കുന്ന അധ്യാപികമാർക്ക് ആശംസകൾ അർപ്പിക്കാൻ നമ്മുടെ വിശിഷ്ട അതിഥികൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. നമുക്കേവർക്കും സുപരിചിതനും നമ്മുടെ സ്കൂളിന്റെ ബോർഡിംഗ് മാസ്റ്ററുമായ റവറൻ ഫാദർ ജേക്കബ് കുര്യൻ അച്ഛനെ ആശംസകൾ അർപ്പിക്കാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന വടവുകോട് പുത്തുംകുരിശ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KK ജോണി അവറുകൾ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസ് മാനേജർ അഭിമന്യ തെവദോസിസ് തിരുമേനി, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ജോൺ സി സാർ, സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഓമന ടീച്ചർ, അതുപോലെ മേരി ടീച്ചർ, PTA പ്രസിഡന്റ് TK ജോർജ്, പൂർവ്വ വിദ്യാർത്ഥിനി ഡോക്ടർ TP ശ്രീലക്ഷ്മി, മറ്റ് ആശംസാ പ്രസംഗകരെ, അധ്യാപകരെ, അധ്യാപികമാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, എല്ലാ വർഷവും ഇതുപോലെ ഈ സ്കൂളിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ അല്പസമയം ആശംസ അർപ്പിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിക്കാറുണ്ട്. ഈ സമ്മേളനത്തിലൊക്കെയും സംബന്ധിക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്. പ്രത്യേകിച്ച് 18 വർഷം ഈ പ്രദേശത്ത് ബോർഡിംഗ് മാസ്റ്ററായിട്ട് പ്രവർത്തിച്ച ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു പങ്കുകാരനാകുവാനായിട്ട് സാധിച്ചതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അഭിമന്യ തിരുമനസ്സുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഈ അധ്യാപകർക്ക് ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ കർത്തവ്യമായിട്ട് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഓമന ടീച്ചർ ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്സസ് ആയിട്ട് ചുമതലയേറ്റെടുത്തപ്പോൾ ബോർഡിംഗ് മാസ്റ്റർ എന്നുള്ള നിലയിൽ ടീച്ചറിനോട് ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പല പ്രിൻസിപ്പൽമാരും സർവീസിൽ നിന്ന് ഇവിടെ നിന്ന് വിരമിക്കുകയുണ്ടായി. അവരുടെയൊക്കെയും സഹകരണത്തെ ഈ സമയം നന്ദിയോടെ ഓർക്കുമ്പോൾ ഓമന ടീച്ചർ നൽകിയ നിർലോഭമായ സഹകരണം, പ്രോത്സാഹനം എന്തുകൊണ്ടും അനുഗ്രഹകരമായിട്ട് ഞാൻ കരുതുകയാണ്. ഓമന ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, ഇതൊരു എലിമിനേഷൻ റൗണ്ടാണെന്ന് തോന്നുന്നു പറഞ്ഞപ്പോൾ ടീച്ചർ അത് എഴുതി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഓമന ടീച്ചറിനെ അല്ല ഞാൻ ഇന്ന് കാണുന്നത്. പട്ടുസാരിയൊക്കെ ഉടുത്തു വന്നിട്ടുണ്ടെങ്കിലും ഉള്ളിൽ പിരിഞ്ഞു പോകുന്നല്ലോ എന്നുള്ള ഒരു വേദന ആയിട്ടാണ് ഞാൻ രാവിലെ ടീച്ചറിനെ അഭിമുഖീകരിച്ചത്. മറ്റൊന്നുമല്ല, തിരുമേനി ഓർപ്പിച്ചതുപോലെ രാജർഷിയിൽ നിന്ന് പിരിയുക എന്ന് പറയുന്നത് വളരെ വേദന നിറഞ്ഞ ഒരു അനുഭവമാണ്. അതൊരു അനിവാര്യമാണെങ്കിൽ പോലും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, നേട്ടങ്ങളുടെ ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് പലർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം ടീച്ചർക്ക് ലഭിച്ചു. 100% വിജയം കൈവരിച്ചുകൊണ്ട് വളരെയധികം സംതൃപ്തിയോടെ ഈ സ്കൂളിൽ നിന്ന് വിട പറയുമ്പോൾ അത് ഉള്ളിൽ ഒരു നൊമ്പരം പിരിയുന്നല്ലോ എന്നുള്ളത് സ്വാഭാവികമാണ്. എങ്കിൽ പോലും ടീച്ചറിനെ വിശ്രമം അനുവദിക്കുന്നില്ല എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. കാരണം എൻ്റെ ഇടവകാംഗമായതുകൊണ്ട് ടീച്ചർ വിരമിക്കുമ്പോൾ ചില പദവികൾ അവിടെ ടീച്ചറിന് നൽകുവാൻ തക്കവണ്ണം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയുണ്ടായി. ദൈവം ചെയ്ത ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് ഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടീച്ചറിൻ്റെ എല്ലാ സേവനങ്ങളോടും, പ്രത്യേകിച്ച് ബോർഡിങ്ങിനായിട്ട് നൽകിയ സേവനങ്ങൾക്ക് ഞാൻ എന്നെ നന്ദി അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീമതി മേരി കുര്യൻ ടീച്ചർ, എനിക്ക് അടുത്ത് പരിചയമില്ലെങ്കിൽ പോലും കുട്ടികളിൽ നിന്നൊക്കെയും ടീച്ചറിനെ കുറിച്ച് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ടീച്ചറിൻ്റെ 11 വർഷത്തെ രാജർഷിയിലെ ജീവിതവും പ്രവർത്തനവും എന്തുകൊണ്ടും മാതൃകാപരവും അതുപോലെ തന്നെ പ്രോത്സാഹജനവുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ടീച്ചറിനോടുള്ള നന്ദിയും പ്രത്യേകമായിട്ട് ഈ സമയം ഞാൻ അർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ഫാദർ. നമ്മുടെ സ്കൂളിന്റെ സർവ്വതോമുഖമായ വളർച്ചയുടെ മുഖമുദ്രയാണ് നമ്മുടെ PTA. അതിന്റെ സാരഥിയായ ശ്രീ
ടി കെ ജോർജ് അവർകളെ ആശംസാ പ്രസംഗത്തിനായി സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു. ജോർജ് സാറ് ഈ വേദിയെ അഭിമുഖീകരിക്കുമ്പോൾ തിരുമേനിക്കൊരു ആശംസ, ഒരു സ്നേഹം നിറഞ്ഞ വാക്കുണ്ട്. ഒരു നമ്മുടെ കുട്ടികളാരും ഇനിയും ഹാൾ വിട്ട് പോകല്ലേ. ചില പെൺകുട്ടികളൊക്കെ എഴുന്നേറ്റ് പോകുന്നതായിട്ട് കണ്ടു. ആരും പോകല്ലേ. നമ്മുടെ ധന്യമായൊരു മീറ്റിംഗാണ്. ഓമന ടീച്ചറിനും നമ്മുടെ മേരി ടീച്ചറിനും ഒക്കെ പ്രാർത്ഥന ആശംസ അർപ്പിക്കുകയാണ്. എല്ലാവരും ഇരിക്കണം. എളുപ്പം തീരും മീറ്റിംഗ്. ഇനിയുള്ള ആശംസ പ്രസംഗക്കാരൊക്കെ 5 മിനിറ്റ് കൂടുതൽ പറയില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കാറൊന്നും ആയില്ല. വളരെ സന്തോഷം. രാജശ്രീയിലെ കുഞ്ഞുങ്ങൾ വളരെ അച്ചടക്കമുള്ളവരാണ്. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പൂർവ്വ അധ്യാപകരെയും